നമസ്കാരം. ഇപ്പോൾ എല്ലായിടത്തും പാമ്പിൻ്റെ ശല്യമാണ്. പാമ്പിൻ്റെ ശല്യം കാരണം നാട്ടിലാർക്കും ജീവിക്കാൻ പറ്റത്തില്ല. വീട്ടിലും എവിടെയും എല്ലായിടത്തും കയറുക. ഇത് അറിഞ്ഞപ്പോഴാണ് നമുക്കൊരു പഴയൊരു എനിക്കെതിരെ വന്നവരണം എൻ്റെ കൺമുമ്പിലോട്ട് കയറി വന്ന ഇപ്പോഴും ഓർമ്മ വരുന്നു എനിക്ക്. എന്ന് വെച്ചാൽ ഞാൻ ഏകദേശം ഒരു 10th സ്റ്റാൻഡേർഡിലാണെന്ന് തോന്നുന്നു. 10th സ്റ്റാൻഡേർഡിൽ എക്സാമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുന്ന എൻ്റെ നിർബന്ധം കൊണ്ട് വീട്ടിലാണെങ്കിൽ അമ്മയാണെങ്കിൽ ഇതേപോലെ എനിക്ക് ലവ് ബേഡ്സിനെ വളർത്താൻ വേണ്ടി എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ സമയത്തൊക്കെ എല്ലാവരും ലവ് ബേഡ്സിനെയൊക്കെ വളർത്താം. അങ്ങനെ ഞാനൊരു കൂടൊക്കെ ഉണ്ടാക്കി, ആൾക്കാരെ വെച്ച് കൂടൊക്കെ ഉണ്ടാക്കി, നെറ്റൊക്കെ അടിച്ച് എല്ലാം സെറ്റാക്കി നല്ല ലവ് ബേഡ്സിനെല്ലാം വളർത്തി കുറേ ഇതായിട്ടും അതിൻ്റെ അടിയിൽ നമ്മൾ കാടക്കോഴിയെ ഇട്ടിട്ടുണ്ട്. കാടക്കോഴി അതിൻ്റെ മേലത്തെ തട്ടിൽ ഇതേപോലെ നമ്മൾ ലവ് ബേഡ്സിനെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ പല ഇനത്തിലുള്ള ലവ് ബേഡ്സിനെയൊക്കെ മേടിച്ചിട്ട് ഒന്ന് മുട്ടയിടാറായപ്പോഴത്തേക്ക് കുടം എല്ലാം ചുറ്റി 3-4 കുടമൊക്കെ വെച്ച് എല്ലാം സെറ്റാക്കി വെച്ച് ഒന്നും പറയണ്ട. ഒരു എന്തോ ലവ് ബേഡ്സിൻ്റെ പേര് പറഞ്ഞു ആ ഇനത്തിൽപ്പെട്ട ഒരു ലവ് ബേഡ്സ് മുട്ടയിട്ടു. സാധാരണ അതിൽ ഉപരിയായിട്ട് എത്രയോ മുട്ട നല്ല 10 മുട്ടയ്ക്ക് മുകളിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ എന്നും വന്ന് ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് ഇത് മാറ്റിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ മുട്ടയെല്ലാം ഉണ്ട്, കിളി അടയിരിക്കുന്നുണ്ട്, എല്ലാം ഇരിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ നമ്മളാണെങ്കിൽ ഇങ്ങനെ പോയിട്ട് എക്സാം കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്ന വഴിക്ക് ആദ്യമേ ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ വന്ന് നോക്കുന്നതായിരിക്കും. വല്ല പൂച്ചയോ വല്ലതും പിടിച്ചിട്ടുണ്ടോ എന്തോ എന്ന് നോക്കും. അങ്ങനെ വന്ന് ഇങ്ങനെ ചെറുതായിട്ടൊരു എന്തോ കാർഡ്ബോർഡ് ഏതാണ്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് മാറ്റിയിട്ട് നോക്കിയൊരു ഒറ്റ ചീറ്റിക്ക് എൻ്റെ കണ്ണിൻ്റെ അടുത്തോട്ട് ഒറ്റ ചീറ്റ്. ഞാനപ്പോഴേ പുറത്ത് ഞാൻ പേടിച്ചു പോയി. അപ്പോഴത്തേക്ക് അമ്മയൊക്കെ വിളിച്ചിട്ട് അമ്മ ഇതേപോലെ ഏതാണ്ട് എന്തോ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞ് ലാസ്റ്റ് എല്ലാവരും വന്നിട്ട് കൂടെല്ലാം തല്ലിപ്പൊളിച്ച് നോക്കിയപ്പോൾ എൻ്റെ പൊന്നോ ഞെട്ടിപ്പോയി. 10 വിടത്തിയിരിക്കുക. 10 വിടത്തിരുന്നിട്ട് ഇതിനെ തള്ളിയിട്ട് എങ്ങനെയെങ്കിലും കൂട്ടിന് പുറത്തിറക്കണം. കുറേ എണ്ണത്തെ അകത്താക്കിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ വിരിഞ്ഞതിനെല്ലാം അകത്താക്കിയിട്ടുണ്ട്. അന്ന് നല്ല പത്തിക്കാരൻ പാമ്പ് ചീറ്റിക്കൊണ്ട് ഒരുവിധം ഇതിനെ പുറത്തിറക്കിയാൽ പറ്റില്ല, അല്ലെങ്കിൽ ബാക്കി എല്ലാത്തിനെയും കടിച്ചു കൊല്ലും. എന്നാലും വിഴുങ്ങും അത്. ഏകദേശം നമ്മൾ ഇങ്ങനൊരു അവിടെ നിന്ന് എൻ്റെ ഒരു പഴയ ക്രിക്കറ്റ് ഒരു മടൽ വെച്ചുള്ള ബാറ്റ്, പണ്ടത്തെ അറിയാമല്ലോ, മടൽ വെച്ചുള്ള ബാറ്റ് ഞാൻ എടുത്ത് ഇങ്ങനെ വെച്ചേക്കും. അന്നേരം പെതുക്കെ ഡോറൊന്ന് തുറന്ന് പെതുക്കെ ഇറങ്ങുന്ന സ്ഥലം ഒരെണ്ണം കൊടുത്ത് പുറത്ത് വീണ് അപ്പോഴത്തേക്ക് ഈ കിടന്നതെല്ലാം കൂടെ ഒമിറ്റ് ചെയ്ത് എൻ്റെ ചങ്ക് പാടിപ്പോയി. നമ്മൾ കഷ്ടപ്പെട്ട് എങ്ങനെ ആകാംക്ഷാഭരിതമായിട്ട് നമ്മൾ നോക്കിയിരിക്കുന്നതാണ് ഈ കുഞ്ഞുങ്ങളൊന്ന് വിരിഞ്ഞ് വരണം, കാണണമെന്ന്. അങ്ങനെ അതിനെ തള്ളിയിട്ടിട്ട് പിന്നെ എല്ലാത്തിനും തല്ലിക്കൊന്ന് കളയണമായിരുന്നു. പിന്നെ അതിനെ അടി കൊടുത്തിട്ടങ്ങ് വിട്ട്. നമ്മൾ കൊല്ലാൻ പാടില്ലല്ലോ. അങ്ങനെ വയ്യാതങ്ങ് പോയി. എന്തായാലും ഒരുവിധം നമ്മളങ്ങ് പറഞ്ഞു വിട്ടപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഈ ലവ് ബേഡ്സിനെ വളർത്തുമ്പോൾ ഏറ്റവും സൂക്ഷിക്കേണ്ട കാര്യമാണ് ഈ സാധനം എവിടെ നിന്നും ഇഴഞ്ഞ് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സാധനം ഇങ്ങനെ വളർത്തി കൊണ്ടുവന്ന് അതിനെ കാണാൻ വേണ്ടി ആകാംക്ഷഭരിതമായിട്ടിരിക്കുമ്പോൾ ഇത് ഏറി അറ്റാക്ക് ചെയ്ത് കളഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സങ്കടമുള്ള കാര്യമാണ്. പിന്നെ ഇതേവരെ ലവ് ബേഡ്സിനെ ഞാൻ വളർത്തിയിട്ടില്ല. ഉള്ളതിനെല്ലാം ഞാൻ ഇറക്കി പറത്തി വിട്ട് ബാക്കിയുള്ളത് പൊയ്ക്കോളാൻ പറഞ്ഞു. അതോടെ മതിയായതാണ്. ഈ പാമ്പ് ശല്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭീകരമായ ഒരു ശല്യമാണ്. ഇതിനെ പാല് കൊടുത്ത് തേന് കൊടുത്ത് വളർത്തുന്നവരൊക്കെ ഉണ്ട് കുറേ പേര്. അത് തന്നെ കൊത്തിയിട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ ലവ് ബേഡ്സിനെ വളർത്തുമ്പം എല്ലാവരും ശ്രദ്ധിക്കുക. വീണ് ചെറിയ നെറ്റ് ഇങ്ങനെ കുളമുള്ള ചെറിയ നെറ്റ്, അതിനകത്തൂടെ വരെ ഇത്രയും വലിയ പാമ്പ് എങ്ങനെ കയറിയെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും കാടക്കോഴിയൊന്നും പിടിച്ചിട്ടില്ലായിരുന്നു. കാടക്കോഴിയെല്ലാം നമ്മൾ കട്ട് ചെയ്തടിച്ച്. അങ്ങനെ അതോടെ ഞാൻ ലവ് ബേഡ്സിനെ വളർത്തുന്നവർ സൂക്ഷിക്കുക.
ഇത് എൻ്റെ അനുഭവത്തിൽ വന്ന അത് എൻ്റെ ഈ കണ്ണിന് നേരെ കയറി വന്നത്. അതിൻ്റെ വീശിയടിച്ച് ഇവിടെ ആ നെറ്റ് ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങ് കയറി വരാഞ്ഞത്. ഇപ്പോഴും ആ പേടി എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഇങ്ങനെ കയറി വന്ന ഒന്ന് സംഭവിച്ച് പോയാൽ ആ നെറ്റിൻ്റെ ആ ബലത്തിലാണ് ഞാൻ നിന്ന് ആ കൂടിൻ്റെ ചെറിയ ഹോളിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ കയറി വന്നത്. അപ്പോൾ എല്ലാവരും ലവ് ബേഡ്സിനെ വളർത്തുന്നവർ ശ്രദ്ധിക്കുക, ഈ പാമ്പ് ശല്യം കൂടും. ഇത് എവിടെ നിന്നാലും മണത്ത് പിടിച്ച് വരും. അതിന് നമുക്ക് കിട്ടും അതിൻ്റെ ബാക്കി. അതിനെ വല്ല ഉപദ്രവിച്ചാൽ ചീറ്റൽ കാണാൻ പത്തി വളർത്തി അയക്കുമോ ഇങ്ങനെ. പിന്നെ പൂച്ച എടുത്ത് അടുക്കത്തില്ല, പട്ടി എടുത്തും അടുക്കത്തില്ല. അത് മാത്രം ആശ്വാസമുണ്ട്. അതിന് പട്ടി പിടിച്ചെടുത്തൊരു കഥയുണ്ട്, പറയാതെ. അത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ ലവ് ബേഡ്സിനെ വളർത്തുന്നവർ സൂക്ഷിക്കുക.